ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് പാർത്ഥിപന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. അവിടെ ഒരു കൃഷ്ണ മെസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല മീൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണാണ് കേട്ടോ. നല്ല നാടൻ, തമിഴ്നാടിന്റെ നല്ല തനത് നാടൻ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അവിടെ മസാല ഐറ്റംസ് എല്ലാം അവർ തന്നെയാണ് അതിനകത്ത് പൊടിച്ച്, ഇപ്പം മല്ലി പാക്കറ്റ് ഐറ്റംസ് ഒന്നും ഇടുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലാം മല്ലി പൊടിച്ച് അല്ലെങ്കിൽ മുളകെല്ലാം പൊടിപ്പിച്ച് മഞ്ഞൾ ഇതെല്ലാം പൊടിപ്പിച്ച് അവർ തന്നെ ശരിയാക്കുന്ന മസാല ഐറ്റംസ് ഉണ്ടോ. അതിന്റെ നല്ല ടേസ്റ്റാണ് അതിന്. നല്ല മീൻ വറുത്തതും മീൻ കറിയും ചിക്കൻ മസാല ഇതിലും ടേസ്റ്റാ, നല്ല ടേസ്റ്റാ ചിക്കൻ മസാല. ഇതൊക്കെ കൊടംപുളി ഇട്ട മീൻകറി അല്ല, ഇവിടെ വാളംപുളി വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അതിന്റെ ആ ഒരു ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല അല്ലേ. നല്ല പുളിയും എരിവും ആ ഒരു മല്ലിയുടെ ഒക്കെ ടേസ്റ്റ് കുറച്ച് മുമ്പിൽ നിൽക്കും. നല്ല, കാരണം ഇവിടത്തേക്ക് മല്ലിയൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതായതുകൊണ്ടേ ആ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നല്ല മുമ്പിട്ട് നിൽക്കുന്ന ടേസ്റ്റാണത്. പാക്കറ്റ് നമ്മൾ മേടിക്കുന്നതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും വരത്തില്ല. നമുക്ക് എന്തായാലും പോയി കഴിക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ് അവിടെ. ഇടയ്ക്ക് കിച്ചണിൽ ലീവ് ഇടും. കിച്ചണിൽ ലീവ് ഇടുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ പോയാണ് കഴിക്കാറ്. വിളിച്ച് പറഞ്ഞാൽ മതി, അവരെ എടുത്തു വെച്ചോളും. ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ, അത്ര ഭയങ്കര വലിയൊരു ഇതൊന്നുമല്ല. ഒരു ചെറിയ മെസ്സാണത്, കൃഷ്ണ മെസ്. അവിടെ ഡെയിലി ഉച്ചയ്ക്ക് അവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ആളുകൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് പാഴ്സൽ പോകുന്നത്. മാക്സിമം പാഴ്സലാണ് അവിടെ. പിന്നെ പോയിരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ഹൈവേ സൈഡ് ആയതുകൊണ്ട് വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർ വണ്ടി നിർത്തി റെഗുലർ ആൾക്കാർ കഴിച്ചിട്ട് പോകുന്നതാണ്. പിന്നെ ഭയങ്കര റീസണബിൾ പ്രൈസ് ആണ് കേട്ടോ. വില നമ്മള് ഇപ്പൊ വീട്ടില് മീനൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മൾ അവിടെ പോയി വാങ്ങി അതിന് താഴെ വരത്തുള്ളൂ. നമ്മള് മീൻ വാങ്ങുമ്പോ തന്നെ നല്ലൊരു റേറ്റ് ആവുമല്ലോ. എല്ലാ പിന്നെ നെയ്മീനൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. മീൻ അങ്ങനെ ഭയങ്കര ഹൈ പ്രൈസ് ഇതൊന്നും ഉണ്ടാവത്തില്ല. നോർമൽ മീൻ, നല്ല മീനുകളാണ്. നല്ല മീനാ, മീനൊക്കെ നല്ല മീനാ. പിന്നെ അവര് തന്നെയാണല്ലോ മസാലപ്പൊടികളൊന്നും പുറമേ നിന്നും വാങ്ങാതെ ശരിക്കും നല്ല എന്താ ഹൈജീനിക്കും ആണ്. ചെറിയൊരു മെസ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വന്നു. കൃഷ്ണ മെസ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാർത്ഥിപന്നൂരിൽ കൃഷ്ണ മെസ്സ്. ഇവിടെ പാഴ്സലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടിരിക്കുമായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ നിറയെ പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കൃഷി സ്ഥലത്ത് പണിയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പിന്നെ എന്തെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിൽ അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ ഇവിടെ നിന്നാണ് പാഴ്സലൊക്കെ കൊണ്ടുപോകുക കേട്ടോ. പാർത്ഥിപന്നൂരിലെ കൃഷ്ണ മെസ്സിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു 2 മണി കഴിഞ്ഞു നമ്മളവിടെ ചെല്ലുമ്പോൾ. നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്കുള്ള ചോറും കറിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ചൂടൻ ചോറായിരുന്നു. നമ്മൾ ആ സമയത്ത് ചെല്ലുമെന്ന് പറഞ്ഞ കാരണം പിന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ ഇതാ ചൂടൻ ചോറ് എല്ലാവർക്കും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തൊടാൻ പറ്റില്ലായിരുന്നു, നല്ല ആവി പറക്കുന്ന ചോറായിരുന്നു. അപ്പം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തത് കറികൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ചോറൊക്കെ നിരത്തിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാപ്പാട് വന്നു. സാപ്പാടിനോട് കൂടെ ഒരു പൊരിയൽ, ഒരു കൂട്ട്. എല്ലാ ദിവസവും ഒരു പൊരിയലും ഒരു കൂട്ടും ഉണ്ടാവും കേട്ടോ. പൊരിയലെന്ന് പറഞ്ഞാൽ നമ്മുടെ തോരനും കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴമ്പ് പോലത്തെ ഒരു കറിയാണ്. അപ്പോൾ പൊരിയലും കൂട്ടും എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ ഊറുക, അച്ചാറുണ്ടാവും. പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും സാമ്പാറും കാര്യങ്ങളൊക്കെ വെജിനുള്ള കൂട്ട്, പൊരിയൽ, സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഊറുക. പിന്നെ അല്ലാതെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ കുഴമ്പുണ്ടാവും, മീൻ കുഴമ്പ്, ചിക്കൻ കറി, മീൻ കറി, പിന്നെ മീൻ വറുത്തതുണ്ടാവും.
അങ്ങനെ നോൺ വെജ് വേണ്ടവർക്കും നല്ല അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മീൻ കുഴമ്പ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു മീൻ കുഴമ്പിന്. സൂപ്പർ മീൻ കുഴമ്പായിരുന്നു. ഇവിടുത്തെ മീൻ കുഴമ്പാണ് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റിന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരവും പുളിയും എല്ലാം കറക്റ്റായിട്ട്. കാരം എന്ന് പറഞ്ഞാൽ എരിവാണേ, കുറച്ച് തമിഴിലും കൂടെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള മീൻ കുഴമ്പാണ്. മീൻ വറുത്തതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലയൊക്കെ ഇവർ തന്നെ അരയ്ക്കുന്ന മസാലപ്പൊടികളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാ നമ്മുടെ ചിക്കൻ കുഴമ്പ് വന്നിട്ടുണ്ട്. ചിക്കൻ കുഴമ്പും ഇതുപോലെ തന്നെയാണ്. തന്നെ ഇവിടുത്തെ ചേച്ചി തന്നെ വറുത്ത് പൊടിക്കുന്ന മസാല വെച്ചിട്ടാണ് അവർ അതൊക്കെ ചെയ്യുക. കടയിൽ നിന്നുള്ള റെഡിമെയ്ഡ് മസാലപ്പൊടികളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ് ഇവിടുത്തേത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡ്. മീൻ കുഴമ്പ്, മീൻ വറുവൽ, കീരക്കൂട്ട്, മുരിങ്ങക്ക കുഴമ്പ്. ഇതാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാണ്ടിരുന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളൂ. അതുകൊണ്ട് ആ സമയത്തൊന്നും സംസാരിച്ചൊന്നുമില്ല, ആസ്വദിച്ചിരുന്ന് കഴിക്കുക തന്നെയായിരുന്നു കേട്ടോ. അത്ര നല്ല ഫുഡാണ്, നല്ല സൂപ്പർ ഫുഡാണ്. റൈസാണെങ്കിലും എല്ലാം നന്നായിട്ട് വെന്ത് ആ കറിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. മീൻ കുഴമ്പിലെ മീൻ കറിയിലെ മീനാണത്. മീനാണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. ആ പുളിയും എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ആ മീനിന്. അപ്പോൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു. കീരക്കൂട്ടും സൂപ്പറായിരുന്നു. കീരക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീര എന്തോ കടഞ്ഞെടുത്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കീരക്കൂട്ട്. അതും സൂപ്പർ ടേസ്റ്റായിരുന്നു. പിള്ളേരാണെങ്കിലും എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാഴയിലയിൽ തന്നെ ഇരുന്ന് അവർ കഴിച്ചോളും. നമ്മളൊന്നും അത് ഇത് കഴിക്കുന്നൊന്നും കമ്പൽ ചെയ്യണ്ട. അവർ തന്നെ ചോദിച്ച് കഴിച്ചോളൂ. കുഞ്ഞിൻ്റെ ആണെങ്കിലും എല്ലാം ചോദിച്ചിട്ട് അവനത് വേണം ഇത് വേണം അവൻ്റെ വായിലിങ്ങനെ തൊട്ട് കാണിക്കുമായിരുന്നു അത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ കറികളും നല്ല സൂപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ അധികം പാഴ്സൽ നിറയെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാ പാഴ്സലിന് അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പാഴ്സൽ അവർ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഇതാ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമ്മുടെ കൃഷ്ണ മെസ്സിലെ സ്വാമികളുടെ ഫോട്ടോയൊക്കെയാണ്. எந்த டைம்ல இருந்து ஸ்டார்ட் பண்ணிருக்கீங்க? காலையில 6 மணில இருந்து 7 மணில இருந்து சமையல் 12 மணி ஆயிடுச்சு. சாப்பாடு ஸ்டார்ட் பண்ணுங்க. പാർക്കിന്റെ കൃഷ്ണ മെസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. 12 മണി തൊട്ട് നമുക്ക് സാപ്പാട് റെഡി ആയിരിക്കും. നിങ്ങൾ ധനുഷ്കോടി പോണ റൂട്ടിലാണ് ഉള്ളത്. ധനുഷ്കോടിക്കൊക്കെ പോണവര് ഇവിടേക്ക് വരുമ്പോൾ പാർക്കിവന്നൂർ കേട്ടോ സ്ഥലത്തിന്റെ പേര്. പിന്നെ പരമക്കുടിയിലുള്ളവർക്കും പാർക്കിവന്നൂരുള്ള എല്ലാവർക്കും അറിയായിരിക്കും കൃഷ്ണ മെസ്. ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ അധികം പോകുന്നത് പാഴ്സലാണ് കേട്ടോ. അധികം പാഴ്സലാണ്. പിന്നെ വന്നിരുന്ന് കഴിക്കാനായിട്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ആക്കാൻ കുഴമ്പെല്ലാം അരയ്ക്കുന്ന മസാല തനിയെ അരയ്ക്കണ മസാല വീട്ടിൽ അരച്ച മസാല 12 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഇപ്പം നമ്മൾ വന്നപ്പോഴേക്കും എല്ലാം 2 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം എല്ലാം കാലിയായിട്ടുണ്ട്. പാഴ്സലുണ്ടായിരുന്നു ഇന്നിവർക്ക്, കുറേ പാഴ്സലുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് പാഴ്സൽ പോയിട്ടുണ്ട്. ഈ 2 അക്കമാരുമാണ് കേട്ടോ ഇവിടുത്തെ. ഇവരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. വാഴയിലയിലൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കൊടുക്കുക. വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഡെയിലി വാഴയിലയിൽ തന്നെയാണ് ഫുഡ്. ഇതാണ് ഇവിടുത്തെ അണ്ണൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ് പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണേ. നല്ല ഹെവി ഫുഡായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് എത്തി നിൽക്കുക.
എന്നാ പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിക്കോട്ടോ. ക്ലിയർ ആയിട്ട് കാണിക്കാട്ടോ. തമിഴ്നാടിൻ്റെ ഭംഗിയല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നെൽവയലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എന്നാലും ആ നെൽവയലിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണല്ലേ. എവിടെയാണെങ്കിലും അത് ആദ്യം നല്ല പച്ച കളറിലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കതിരൊക്കെ വന്നു കഴിയുമ്പോൾ വേറൊരു കളറിലിരിക്കും. അത് കഴിഞ്ഞ് അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളറിലിരിക്കുമല്ലേ. നല്ല സ്വർണ്ണ നിറത്തിൽ വയൽ നിൽക്കുന്ന അത് ഇനി ഗോൾഡൻ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രാവശ്യം പോയിട്ട് നല്ല രസമാണ്. നമുക്ക് അവിടെ പോയി എത്ര നേരം നിന്നാലും മതിയാവില്ല. എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പണ്ട് ചെറുതായിരിക്കുമ്പോൾ പാടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഈ പാടത്തേക്കൂടെ ഈ ചെളിയിലൊക്കെ കാല് വെച്ച് ഇങ്ങനെ നടന്ന് ആ കുഞ്ഞി കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോണതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുവാണ്. അതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അത് വയലിലൊക്കെ കളിച്ച് ആ ചേറിന് ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ആ മണമൊക്കെ അടിച്ചിട്ട് വയലിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ചോറ് പൊതി കെട്ടി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ. ഇതുപോലെ പാടമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പണ്ട് പാടമുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കൊലുസ് ആ ചെളിയിലേക്ക് പോയിട്ടുണ്ട്. കൊലുസൊക്കെ കാണാണ്ട് ചെളി കൂടെയൊക്കെ അന്വേഷിച്ച് കിടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചേറിൻ്റെ മണമൊക്കെ ഉള്ളിടത്തിരുന്നിട്ട് ആ ചേറിൻ്റെ മണത്തിന് പറയാനറിയില്ല. അതിൻ്റെ മണം എത്ര നല്ല മണമെന്നറിയോ. അത് ആ ചേറിനൊരു മണം, പാടത്തെ ചേറിൻ്റെ മണം അല്ലേ. ഓ, പെട്ടെന്ന് ചെറുപ്പത്തിലേക്കൊന്ന് ഓടിപ്പോയി. ഇവിടെ നമ്മുടെ പിള്ളേർക്ക് മരം കയറാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ മരം കിട്ടുമെന്ന് അന്വേഷിച്ച് കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പുളിമരങ്ങളൊക്കെ കണ്ടത്. അവിടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലല്ല കേട്ടോ, ഇത് പുറത്താണേ. അപ്പം നമ്മൾ ആ സ്ഥലം ഇങ്ങനെ റോട്ടിൽ കൂടെ പോരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ച് നേരം കാറൊക്കെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ പിള്ളേരൊക്കെ അതിൽ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കളിച്ചൊക്കെ നടന്നു. നല്ല തണലും. അല്ലെങ്കിൽ ഈ വയൽ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രാന്താണ്. അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഓടി കിടക്കാനും. എപ്പോഴും നമ്മൾ അവരുടെ ഒരു കംഫർട്ട് നോക്കുമല്ലോ. ഇപ്പോൾ ഈ എന്താ പറയുക, വേറെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകണമെന്നൊരു കംഫർട്ടബിൾ അല്ലല്ലോ. ഇതുപോലെ ആളും കൂട്ടമൊന്നും ഇല്ലാത്തടത്ത് ചുമ്മാ ഒരു റോഡാണെങ്കിൽ പോലും നല്ല രസമല്ലേ. മണ്ണൊക്കെ കണ്ടോ? ആ റോഡൊക്കെ നല്ല അടിച്ചു വാരിയിട്ടേക്കും പോലെ, പുല്ലൊന്നും വളരാണ്ട് മണ്ണ് റോഡാണെങ്കിലും നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിലേക്ക് ഓടിക്കളിച്ച് നടന്നു. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇട്ടേക്കുന്നത്. ഇതാ കോഴിയമ്മയും കുഞ്ഞുങ്ങളും കാണുമ്പോൾ പൂപ്പിയും കാത്തും ഒക്കെ ഓർമ്മ വരുന്നു. കാത്തൂൻ്റെ അകത്തല്ലേ കോഴിയമ്മേനെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കുന്നത്. പിള്ളേരുടെ കാർട്ടൂണാണ് കേട്ടോ കാത്തു. പണ്ട് ഇവർ ചെറുതായിരുന്നപ്പോൾ എപ്പോഴും കാത്തുമായിരിക്കും വീട്ടിൽ. വരണ വഴിക്ക് ഒരു ആട് ഇല തിന്നണമുണ്ട്. കഴിഞ്ഞപ്പോൾ ചേട്ടൻ മുമ്പിലേക്ക് പോയ കാറ് റിവേഴ്സ് എടുത്തിട്ട് വന്നിട്ടൊക്കെ വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കാര്യമായിട്ട് പിടിച്ചിട്ടതാണ്. ഇതൊക്കെ നല്ല രസമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നല്ല ഭംഗിയുള്ളൊരു വീഡിയോയോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, ബൈ.